ഹായ് ഡിയേഴ്സ്, ഇന്നൊരു സ്പൈഡർമാൻ തീം കേക്കാണ്. കസ്റ്റമർ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അവർ കോഴിയുടെ മുട്ട കഴിക്കില്ല, അവർക്ക് താറാവിൻ്റെ മുട്ട വെച്ച് വേണം കേക്ക് ചെയ്യാമെന്ന്. അങ്ങനെ താറാവിൻ്റെ മുട്ട ഉപയോഗിച്ച് ഞാനൊരു വാനിലയുടെ കേക്ക് റെഡിയാക്കി ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം അതെടുത്ത് ഫൈനൽ കോട്ട് ചെയ്തു. ഫൈനൽ കോട്ട് നോർമലി ഞാൻ ചെയ്യാറ് ഫൈനൽ കോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് റെഡ് കളറ് മിക്സ് ചെയ്ത് ഒഴിച്ച് സ്പൈഡർ വെബൊക്കെ വരച്ചാണ് കൊടുക്കാറ്. അപ്പം രാവിലെ കസ്റ്റമർ എന്നെ വിളിച്ചു പറഞ്ഞു, അവർ വൈകിട്ടത്തേക്കാണ് കേക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു അവർക്ക് ഉച്ചയാകുമ്പോൾ കേക്ക് വേണം, അവർക്ക് അമ്മ വീട്ടിൽ പോകാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അത്ര കുറച്ച് ദൂരം പോകാനും ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പൈഡറിൻ്റെ വെബൊക്കെ ശരിയാവില്ല, അത് നിരന്നു പോവും. അപ്പോൾ പിന്നെ ചെയ്യുക എന്നുള്ള ക്രീമിൽ അത് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ബ്ലൂ കളർ ആഡ് ചെയ്ത് ക്രീം ഫിനിഷ് ചെയ്തെടുത്ത് വൈറ്റ് ക്രീം ഉപയോഗിച്ച് വെബൊക്കെ വരച്ച് സ്പൈഡർമാനെയൊക്കെ ഞാൻ അത് സെറ്റ് ചെയ്ത് വെബ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മളത് വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്ര ദൂരം ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ സ്പൈഡർമാൻ വെബൊക്കെ കൊണ്ട് പോയിട്ടുണ്ടാവും, അങ്ങനെ നിരന്നു പോവും. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്പൈഡർമാനും സെറ്റ് ചെയ്ത് താഴെ ഞാൻ റെഡ് കളർ മിക്സ് ചെയ്ത് താഴെ ഒരു ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. ആ ബോർഡർ ഞാൻ ഒരു കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റെഡിഷിൻ്റെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നി ആ ബ്ലൂവും വൈറ്റും കൂടെ വന്നപ്പം. അതുകൊണ്ടാണ് ഞാൻ ഒരു ബോർഡർ കൊടുത്തത് തന്നെ. അങ്ങനെ ഞാനത് ഫുള്ള് റൗണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഇതായിരുന്നു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.